മന്ത്രിയായിട്ട് തുടരും വേണം, എനിക്ക് തോന്നിയ പോലെയുള്ള എൻ്റെ തോന്നിവാസ ജീവിതം നയിക്കും വേണം എന്ന് പറയാനുള്ള അധികാരം ഒരു KB ഗണേഷ് കുമാറിനും ഇല്ല. പ്രണയം എന്ന് പറയുന്നത് മന്ത്രി തൻ്റെ സ്വകാര്യമായിട്ടുള്ള ഇത്തരം ദൗർബല്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി പ്രണയം എന്ന് പറയുന്ന സങ്കല്പത്തെ പോലും ഇങ്ങനെ തരം താഴ്ത്തി വലിച്ചു തീർന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. കാരണം ഈ പ്രണയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളിൽ ഒന്ന് കമ്മിറ്റ്മെന്റ് ആണ്. ഇതുപോലെ ഒരാളാണോ മന്ത്രിയായി കേരളത്തിൽ നടക്കേണ്ടത് എന്ന് ചോദിക്കുന്നതിനെ എങ്ങനെ കാണണം? തീർച്ചയായിട്ടും വളരെ ശരിയായ ചോദ്യമാണത്. ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ധാർമ്മികമായിട്ട് യാതൊരു അധികാരമില്ല. ഈ ധാർമ്മികതയുടെ പ്രശ്നം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ധാർമ്മികത എന്ന് പറയുന്നത് ഈ നേതാക്കന്മാരുടെ ഔദാര്യമാണ്, അത് നമ്മുടെ അവകാശമൊന്നുമല്ല. നിയമപരമായിട്ടോ സാങ്കേതികമായിട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ അവരോട് നമുക്ക് രാജി ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. ധാർമ്മികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അവർ സ്വയം തീരുമാനിക്കട്ടെ, നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ഒരു ധാരണ. അങ്ങനെയല്ലല്ലോ. ഈ ധാർമ്മികത എന്ന് പറയുന്നത് മന്ത്രിയുടെ ഔദാര്യമല്ല, അത് പൊതുസമൂഹത്തിൻ്റെ അവകാശമാണ്. നമ്മളെ നയിക്കുന്ന, നമ്മളെ ഭരിക്കുന്ന, പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് നിത്യജീവിതം നയിക്കുന്ന ആളുകൾക്ക് ധാർമ്മികമായിട്ടുള്ള സംശുദ്ധമായിട്ടുള്ള വ്യക്തിജീവിതം കൂടി ഉണ്ട് എന്ന് സമൂഹത്തിനൊരു അവകാശമുണ്ട്, അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഈ മന്ത്രിപ്പണി എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ മറ്റേതെങ്കിലും സർക്കാർ ഓഫീസിലെയോ ജോലി പോലെ 9 to 5 ജോബ് അല്ല. അയാൾ ഓഫീസിലിരിക്കുന്ന സമയത്ത് മാത്രം അയാൾ ഉദ്യോഗസ്ഥനും അതല്ലാത്ത സമയത്ത് അയാൾ സ്വകാര്യ വ്യക്തിയുമാവുന്ന ജോലിയല്ല. 5 വർഷത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തിലേറുന്ന ഒരാൾ, മന്ത്രിമന്ദിരത്തിൽ അന്തി ഉറങ്ങുന്ന ഒരാൾ, ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാൾ, ഖജനാവിൽ നിന്ന് പണം സ്വീകരിക്കുന്ന ഒരാൾ, മന്ത്രി എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാൾ, അയാൾ എല്ലാ സമയത്തും മന്ത്രിയാണ്. അയാൾ ഏതെങ്കിലും സമയത്ത് മന്ത്രിയും ചില സമയത്ത് വ്യക്തിയുമാവുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം വ്യക്തിശുദ്ധി പാലിക്കാൻ, സംശുദ്ധി പാലിക്കേണ്ട ബാധ്യത ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാ രാഷ്ട്രങ്ങളും, ഇപ്പോൾ പ്ലാറ്റോയുടെ റിപ്പബ്ലിക്കിലാണെങ്കിൽ ഫിലോസഫർ കിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, നമ്മുടെ ചാണക്യനാണെങ്കിൽ രാജർഷിയെ പറ്റി പറയുന്നുണ്ട്. അതായത് രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് വേണ്ട ചില അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. അവർ ഋഷിയുടെ ഭാവമുള്ളവരാവണമെന്നൊന്നും നമുക്കിപ്പോൾ അവകാശപ്പെടാൻ സാധിക്കില്ലെങ്കിൽ പോലും അവർക്ക് പൊതുസമൂഹത്തോടൊരു ബാധ്യത വേണം. എൻ്റെ കാര്യം എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും, അത് ചോദിക്കാൻ ആർക്കും അധികാരമില്ലെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ദൂഷ്യങ്ങൾ നാളെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായി മാറാൻ കഴിയും. അദ്ദേഹം ചോദിക്കുന്നത് കേട്ടു ഇന്നലെ, ഒരാൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമില്ലെന്ന്. ഒരാൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്വകാര്യ വ്യക്തി മദ്യപിക്കുന്നെങ്കിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാളൊരു മദ്യപാനിയാണെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ്. അയാളെ മദ്യം കൊടുത്ത് മറ്റാർക്കെങ്കിലും സ്വാധീനിക്കാൻ കഴിയും, അയാളെ കൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിയുമെങ്കിൽ അത് പൊതുസമൂഹത്തിന് പ്രശ്നമുള്ള കാര്യമാണ്. കാരണം അയാൾ എല്ലാ സമയത്തും മന്ത്രിയായിട്ട് അവധാനതയോട് കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ്. ഏതെങ്കിലും സമയത്ത് മദ്യലഹരിയിലായിരിക്കും അധികാരം അയാൾക്കില്ല. അങ്ങനെയുള്ള സ്വകാര്യ സന്തോഷങ്ങളും സുഖങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അവരുടെ സ്വകാര്യ ജീവിതം നയിക്കാൻ പോകണം. അതല്ലെങ്കിൽ ഇത്തരം സ്ത്രീ സംബന്ധമായിട്ടുള്ള ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു സാധാരണ വ്യക്തിയാണെങ്കിൽ അത് ആർക്കും ചോദിക്കാനുള്ള അധികാരമൊന്നുമില്ല. അയാളുടെ ഭാര്യയ്ക്ക് പരാതിയില്ലെങ്കിൽ അയാൾ എത്രയോ സ്ത്രീകളോ എത്രയോ കാമുകിമാരുമായിട്ട് ജീവിച്ചോട്ടെ. ഈ കാമുകിയാണ്, പ്രണയമാണെന്നൊക്കെ പറയുന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്താണ് ഈ പ്രണയം? ഒരേ സമയത്ത് 5000 ആൾക്കാരോട് ശാരീരിക ബന്ധം പുലർത്തുന്നത് പ്രണയമാണെങ്കിൽ ഈ പ്രണയം എന്നുള്ള സങ്കല്പത്തെ ഇദ്ദേഹം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. ആരാ ഇടപെടുന്ന? പറഞ്ഞോളൂ. ശരി, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പ്രണയം എന്ന് പറയുന്നത് മന്ത്രി തൻ്റെ സ്വകാര്യമായിട്ടുള്ള ഇത്തരം ദൗർബല്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി പ്രണയം എന്ന് പറയുന്ന സങ്കല്പത്തെ പോലും ഇങ്ങനെ തരം താഴ്ത്തി വലിച്ചു തീർന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. കാരണം ഈ പ്രണയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളിൽ ഒന്ന് കമ്മിറ്റ്മെന്റ് ആണ്. ഈ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയും. ലവ് ഈസ് ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് 3 എലമെന്റ്സ്. അതിൽ ഇന്റിമസി, പാഷൻ, കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരാളോടുള്ള ഒരു എന്താ പറയുക, ഒരാളോടുള്ള സത്യസന്ധത, ഒരാളോട് പുലർത്തുന്ന ആത്മാർത്ഥത, ഇതും കൂടി പ്രണയത്തിന്റെ ഭാഗമാണ്. കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ഭാര്യയോട് വ്യക്തിപരമായിട്ടുള്ള സത്യസന്ധത പാലിക്കാത്ത ആള് പൊതുസമൂഹത്തോട് എങ്ങനെ സത്യസന്ധത പാലിക്കും തുടങ്ങിയിട്ടുള്ള വലിയ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളുള്ള ഒരാളെ ആ നിലയ്ക്ക് ഉപയോഗിക്കാനും സാധിക്കില്ലേ മറ്റുള്ള ആളുകൾക്ക്? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്ത്രീ ആരാന്നുള്ളതാണ്. കാരണം അത് ഏതെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ഇപ്പം പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വാർത്തകൾക്ക് അടിസ്ഥാനത്തിൽപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കറപ്ഷന്റെ എലമെന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഇതിൽ അധികാര ദുർവിനിയോഗത്തിന്റെ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു വളരെ വിവാദമായിട്ടുള്ള ഒരു കൊലപാതക കേസിൽ ശിക്ഷാളവ് കിട്ടിയിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് ഈ മന്ത്രിക്ക് വലിയ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആൾക്ക് 500 ദിവസത്തോളം പരോൾ കിട്ടിയത്, ഇവർക്ക് മറ്റുള്ള ആളുകളുടെയൊക്കെ സീനിയോറിറ്റി അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് ശിക്ഷ ഇളവ് കിട്ടിയത്, ഇതെല്ലാം ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കൊണ്ട് മന്ത്രി ഇടപെട്ട് ചെയ്തതാണ് എങ്കിൽ അത് അധികാര ദുർവിനിയോഗമാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ബന്ധം ഉപയോഗിക്കുന്നതെങ്കിൽ
അല്ലെങ്കിൽ അതിലെ കൺസെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് കൺസെന്റ് ആണ്. അത് ഇത്തരത്തിൽ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന ജോലിയിൽ ഉയർച്ചയ്ക്കോ അല്ലെങ്കിൽ പ്ലേസ്മെന്റിനോ ഇത്തരത്തിലുള്ള കോംപ്രമൈസുകൾക്ക് ആളുകൾ നിർബന്ധിക്കപ്പെടുന്നു എന്ന സാഹചര്യമാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ ധാരാളമായിട്ടുള്ള മോറൽ എലമെന്റ്സ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി എന്നുള്ളത് വളരെ പ്രധാനമാണ്. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പരാതി ഇല്ലാത്തതുകൊണ്ട് പൊതുസമൂഹത്തിന് പരാതി ഇല്ലാതാവുന്നില്ല. നമ്മളെ ഭരിക്കുന്ന മന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള സംശുദ്ധി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ അവകാശമാണ്. എനിക്ക് മന്ത്രിയായിട്ട് തുടരുകയും വേണം, എനിക്ക് തോന്നിയ പോലെയുള്ള എൻ്റെ തോന്നിവാസ ജീവിതം നയിക്കുകയും വേണം എന്ന് പറയാനുള്ള അധികാരം ഒരു കെ.ബി. ഗണേഷ് കുമാറിനും ഇല്ല. അദ്ദേഹം തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റത്തിന്റെ പേരിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ്. രണ്ട് മുന്നണികളും ഈ 2001 ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷമാണല്ലോ 2009 ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്ന് പിന്നെ ഇദ്ദേഹത്തെ മന്ത്രിയാക്കുന്നത്. അതിനുശേഷം 2013 ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം 2021 പിണറായി വിജയൻ ഇദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു. അപ്പോൾ തങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സ്ത്രീ സുരക്ഷയോ ഈ പറയുന്ന ധാർമ്മികതയോ ഒന്നും ഇവർക്ക് പ്രശ്നമാവുന്നില്ല. ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ എത്തരത്തിലുള്ള മോശം സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ അവരെയൊക്കെ വലിയ അധികാര സ്ഥാനങ്ങളിൽ നിർത്താൻ ഇവരെല്ലാവരും തയ്യാറാവുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു ധാർമ്മികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ആ ധാർമ്മികമായിട്ടുള്ള വിഷയത്തിന്റെ പേരിൽ മന്ത്രി തീർച്ചയായിട്ടും രാജിവെക്കേണ്ടതാണ്. ഭാര്യ പരാതി പിൻവലിച്ചു അല്ലെങ്കിൽ അവർ തമ്മിൽ ഒത്തുതീർപ്പായി എന്നുള്ളതുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിലുള്ള പ്രശ്നം ഇല്ലാണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും